നിങ്ങളിൽ ആരെങ്കിലും ആയുസ് ദീർഘമാവാനും റിസ്ക് വിശാലമാകാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. ബന്ധം, ബന്ധു എന്നതിന് പരിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും ധാരാളം വാക്കുപയോഗിച്ചിട്ടുണ്ട്. ആല് എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട്, അഹ്ല് എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട്, അയ്യാല് എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട്, റഹ്മ് അല്ലെങ്കിൽ അർഹാം എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണെന്ന് സൗകര്യത്തിന് പറയാം, പക്ഷെ അതൊരു വിവരമല്ല. ഒരു വിവരം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ അർത്ഥമല്ല, വ്യത്യസ്തമായ അർത്ഥങ്ങളാവുന്നു എന്ന് പറയലാണ്. ആരാണ് അഹ്ല്? അഹ്ല് എന്നുള്ള വാക്കിന് ശരിക്കും മലയാളത്തിൽ ബന്ധു എന്ന് പറയാം. ബന്ധു ആരാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ്റെയും കഥ പറഞ്ഞുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം 950 കൊല്ലം ദഅവത്ത് നടത്തി എന്ന് നമ്മൾ പറയും. 950 കൊല്ലം ദഅവത്താണ്. മഹാനവറുകൾ ദഅവത്തില്ലാതെയും ജീവിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയാവുമ്പോൾ അമ്മ പ്രസവിച്ച അന്ന് മുതൽ തന്നെ ദഅവത്ത് തുടങ്ങുകയും മരിക്കോളം ദഅവത്ത് നടത്തുകയും അങ്ങനെയല്ല മുൻഗാമികളുടെ ഒന്നും രീതി. പ്രത്യേകമായ സമൂഹത്തിൽ ദഅവത്തിന് വേണ്ടി വന്നവരുണ്ട്, പ്രത്യേകമായ പ്രദേശത്തേക്ക് ദഅവത്തിന് വന്നവരുണ്ട്, പ്രത്യേകമായ കുടുംബത്തിലേക്ക് ദഅവത്തിന് വന്നവരുണ്ട്, പ്രത്യേക കാലഘട്ടത്തിലേക്ക് ദഅവത്തിന് വന്നവരുണ്ട്. ആദ്യകാലത്ത് ദഅവത്തില്ല, ഇടക്കാലത്ത് ദഅവത്തുണ്ടായി, അവസാന കാലത്ത് ദഅവത്തിൻ്റെ ഉത്തരവാദിത്തം ഇല്ല. അങ്ങനത്തെ അമ്പിയാക്കളും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം 950 കൊല്ലം ദീന് പറഞ്ഞു നടന്നു. വിരലിലെണ്ണാവുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. വിരലും എണ്ണ 10 വരെയാണ്. പിന്നെ വേറെ എണ്ണലുണ്ട്. ഇങ്ങനെ ആദ്യം ഇതുമ്മ 10 എണ്ണീറ്റ് ഇതൊന്ന് മടക്കും, പിന്നെ ഇതുമ്മ 10 എണ്ണീറ്റ് രണ്ടാമത് മടക്കും. അങ്ങനെ എണ്ണിയാലും 100 വരെയാണ് എണ്ണ. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം ഇസ്ലാമിക ദഅവത്ത് നടത്തിയിട്ട് 100-ൽ താഴെ ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത്. ടെൻഷനായി. നമ്മൾ തവാസുൽ നടന്നാണ്ട് ഒരു പരിപാടി നടത്തിയിട്ട് ആരും വന്നില്ലെങ്കിൽ ടെൻഷനാവുമല്ലോ. വന്നവർ ഇങ്ങോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതും ടെൻഷനാവും. വന്നില്ലെങ്കിൽ മാത്രമല്ല, വന്ന ആൾക്കാരിങ്ങനെ ഇന്നെങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമല്ലോ, അല്ലെങ്കിൽ അവർ ടെൻഷനാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ നോക്കിയാലേ ഞാൻ പറയുള്ളൂ. വേറെ മാറ്ററൊന്നുമില്ല ഇവിടെ, കടലാസൊന്നുമില്ല. എൻ്റെ ഫോൺ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. നോക്കിയാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നോട്ടം നിർത്തിയാൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാൻ പാട്ടൊക്കെ പാടും, അല്ലെങ്കിൽ കഥയൊക്കെ പറയും. വിഷയം പറയണമെങ്കിൽ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ പറയുള്ളൂ എന്നല്ല. അപ്പോൾ ഇല്ലെങ്കിൽ ടെൻഷനാവും. സംഘാടകർക്കും ടെൻഷനാവും, പറയുന്ന ആൾക്കും ടെൻഷനാവും, എല്ലാവർക്കും ടെൻഷനാവും. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ എല്ലാവർക്കും അങ്ങോട്ട് നോക്കുക. ഹബീബുനാ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ദഅവത്ത് നടത്തിയിട്ട് അള്ളാഹിനെ പറ്റി പറഞ്ഞിട്ട് നമ്മുടെ ഈ ശരീഅത്തിലുള്ളത് പോലത്തെ നിയമങ്ങളൊന്നും അവർക്കില്ല. അള്ളാഹിനെ വിശ്വസിച്ചാൽ മതി. നബിയാകുന്ന സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാമിനെയും വിശ്വസിച്ചാൽ മതി. പക്ഷെ അവരതിന് കൂട്ടാക്കിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹുവേ, കാഫിരീങ്ങളിൽ നിന്ന് ആരെയും ഇനി ഭൂമിയിൽ നീ അവശേഷിപ്പിക്കരുത് എന്ന് ദുആ ചെയ്തു. അല്ലാഹു തആല ആ ദുആ കബൂലാക്കി. 40 കൊല്ലാണ് തുറന്നത് കേട്ടോ. രാവിലെ തുറന്ന് വൈകുന്നേരം ആയപ്പോത്തിന് വെള്ളപ്പൊക്കം ഉണ്ടായതല്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം 40 വർഷം ദുആ ചെയ്തു. 40 കൊല്ലങ്ങൾക്ക് ശേഷമാണ് നൂഹേ, നിങ്ങളുടെ ദുആ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരമുണ്ടാകുന്നത്. നമുക്ക് രാവിലെ ദ്വാരന്നാൽ നേരം വെളുക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്താ ഇപ്പം ഇങ്ങനെ ആയതെന്ന് തോന്നും. അല്ലെങ്കിൽ വൈകുന്നേരം ദ്വാരന്ന് രാത്രി ഒന്ന് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് പെരപ്പണിയാണ് തീരണം, ജിന്നുകൾ വന്നിട്ട്. ഇല്ലെങ്കിൽ ദ്വാക്ക് ഇജാബത്തില്ല എന്നാണ് നമ്മൾ വിചാരം.
40 കൊല്ലമാണ് നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്. ദുആന്റെ അവസാനം നൂഹേ നിങ്ങളുടെ ദുആയെ കബൂലാക്കിയിട്ടുണ്ട് എന്ന് മറുപടി വന്നു. പിന്നെ 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അപ്പോൾ മൊത്തം 80 കൊല്ലമായിട്ടുണ്ട്. വീണ്ടും 40 വർഷത്തിന് ശേഷം ജലപ്രളയമുണ്ടായി. വളരെയധികം പ്രയാസം അനുഭവിച്ച സമയത്ത് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞിരുന്നു, നൂഹേ ആർക്കെന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ബന്ധുവിനെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ആര് മരിച്ചാലും ആർക്കെന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ബന്ധുക്കളെ മുഴുവൻ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് അല്ലാഹു പറഞ്ഞു. ഭയങ്കര സമാധാനമായി സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാമിന്. അങ്ങനെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. വെള്ളപ്പൊക്കത്തിന്റെ മുന്നോടിയായി അല്ലാഹു നൂഹ് നബിയോട് കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. തേക്ക് മരം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നൊരു അഭിപ്രായമുണ്ട്, കോക്ക് മരം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് വേറൊരു അഭിപ്രായമുണ്ട്. രണ്ടും തമ്മിൽ നേരിയ വ്യത്യാസമാണ് പ്രയോഗത്തിലുള്ളത്, സാധനവും നേരിയ വ്യത്യാസമാണുള്ളത്. തേക്ക് എന്ന് പറഞ്ഞത് കുറഞ്ഞ ഒരു വെള്ള, കറുപ്പ് എന്നീ 2 കളറുകളോട് ടച്ച് ഉള്ളതാണ്. കോക്ക് എന്ന് പറയുന്ന മരം ചുവന്ന കളറിനോട് ടച്ച് ഉള്ളതാണ്. രണ്ടും ഏകദേശം ഒരേപോലത്തെ മരങ്ങളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിന്റെ പണി ആരംഭിച്ചു. ലോക ചരിത്രത്തിൽ ആദ്യമായി മരപ്പണി നടത്തിയ ആള് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. എല്ലാ പ്രധാനപ്പെട്ട അമലുകളെയും നമ്മൾ പരിശോധിച്ചാൽ അമ്പിയാക്കളിലേക്ക് എത്തും. എല്ലാ ജോലിയും നബിമാരിലൂടെയാണ്. ഒരു സത്യം ഞങ്ങളോട് പറയാണ്, ലോകത്തുള്ള ഏത് വിവരം പരിശോധിച്ചാലും ഒരു കാര്യം വിവരമാണോ അത് നബിമാരിലേക്കെത്തും, അങ്ങനെ വഹിയിലേക്കെത്തും. വഹി മുഖേനയല്ലാതെ ലോകത്ത് ഒരു വിവരവും വരുന്നില്ല. ശ്രദ്ധിക്കണേ നിങ്ങൾ. ആദ്യമായി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമാണ് വിവാഹം കഴിക്കുന്നത് സ്വർഗത്തിൽ വെച്ച്. ആദ്യത്തെ പുതുമണവാളൻ അബുൽ ബഷറായ ആദം അലൈഹിസ്സലാം. ആദ്യത്തെ പുതുമണവാട്ടി ഉമ്മുനയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ. അവർ സ്വർഗത്തിൽ വെച്ചുകൊണ്ടായിരുന്നു വിവാഹം നടത്തിയത്. പന്തൽ സ്വർഗാണ്, വ്യത്യസ്ത കളറിലൊക്കെ ഉള്ള സ്വർഗത്തിലായിരുന്നു പന്തൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് മേൽനോട്ടം. മൂപ്പരാണ് ഇങ്ങനെ ആളെ കടത്തി വിടേണ്ടതും ഗേറ്റിങ് ഇങ്ങനെ നിന്നിട്ട്, നമ്മളൊരു ഭാഷയിൽ ഇങ്ങനെ പറയാം, സ്വർഗത്തിൽ വെച്ചാണ് ആദ്യത്തെ കല്യാണം. അബുൽ ബഷറായ ആദം അലൈഹിസ്സലാമാണ് പുതിയാപ്പിള. ഉമ്മുനയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാകുന്നു മണവാട്ടി. സ്വർഗത്തിൽ വെച്ച് കല്യാണം നടന്നു. പക്ഷേ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും സ്വർഗത്തിൽ വെച്ച് ഇണ ചേർന്നിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്റെ അൽ ബിദായത്തു വന്നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാല്, എങ്ങനെയാണ് ഇണ ചേരുക എന്നവർക്ക് അറിയുമായിരുന്നില്ല എന്നതാണ് കാരണം. നല്ല ശ്രദ്ധിക്കും ഞാൻ ഈ പറയണ കേട്ടോ. നമ്മളെ വിചാരം നമുക്കിതൊക്കെ ജനിച്ചപ്പോൾ തന്നെ അറിയുന്നതാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ അറിയാത്തതുകൊണ്ട് ആദം നബിയും ഹവ്വാബിയും സ്വർഗത്തിന് ഇണ ചേർന്നിട്ടില്ലാന്ന് ഇന്റെ വകയാണ് പറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് സംശയിക്കാലോ. എല്ലാത്തിനും തെളിവ് പറയണില്ല, ഇതിന് തെളിവുണ്ട്. ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അൽ ബിദായത്തു വന്നിഹായയിൽ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ നിന്ന് അവർ ഇണ ചേർന്നിട്ടില്ലെന്ന്. ഭൂമിയിൽ വന്നു. അബുൽ ബഷറായ ആദം അലൈഹിസ്സലാം ശ്രീലങ്കയിലെ ദജിന എന്ന പ്രദേശത്താണ് വന്നത്. ആദമ്മല എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു സ്ഥലം അവിടെയുണ്ട്. പുരാതനമായ ഇന്ത്യയുടെ ഭാഗമായിരുന്നു അത്. അതുകൊണ്ടാണ് ആദം നബി ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്നത്. ശ്രീലങ്കക്കാരുടെ ഭാഷ തമിഴായിരുന്നു. അതുകൊണ്ട് ആദം നബിയുടെ ഭാഷ തമിഴാണെന്ന് പറയപ്പെടുന്നുണ്ട്. തമിഴന്മാരെ നമ്മളെ അണ്ണാച്ചികൾ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ആദം നബി അണ്ണാച്ചിയാണ്. ജീവിതത്തിൽ ഒന്നിനെയും ഇൻസൾട്ട് ചെയ്യരുത് എന്നുള്ളതിൻ്റെ പാടാണത്. അതിനാണ് ഞാനത് പറയണത്. ജീവിതത്തിൽ ഒന്നിനെയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ആദം നബി അലൈഹി ഇസ്ലാം അങ്ങനെയാണെങ്കിൽ ശ്രീലങ്കയിലാണ് വന്നത്, ശ്രീലങ്കക്കാരനാണ്, തമിഴനാണ്.
ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ജസീറത്തുൽ അറബിലെ ജിദ്ദയിലാണ് വന്നത്. രണ്ടുപേരും പരസ്പരം അന്വേഷിച്ച് നടന്നു. അവസാനം കണ്ടുമുട്ടിയത് ദുൽഹിജ്ജ മാസം 9 അറഫയിൽ വെച്ചായിരുന്നു. അന്ന് മുഖറബുൽ അംലാക്കായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് എങ്ങനെയാണ് ഇണചേരേണ്ടത് എന്ന് പഠിപ്പിച്ചു. അതിനുശേഷമാണ് അവർ ആദ്യമായി ഇണചേർന്നത്. ഭാര്യയും ഭർത്താവും ഇണചേരുക എന്ന പ്രവർത്തനം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചതാണ്. എന്തിനത് പറഞ്ഞു വെച്ചാൽ, ലോകത്ത് എന്തെല്ലാം വിവരമുണ്ടോ ആ വിവരം മുഴുവൻ അമ്പിയാക്കളിലേക്ക് എത്തുള്ളൂ. അമ്പിയാക്കളിലേക്ക് എത്തിയാൽ അത് വഹയിലേക്കെത്തും, വഹി അള്ളാഹുവിലേക്കെത്തും. വിവരം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതാണ്, ഒരിക്കലും താഴെ നിന്നും മേലേക്ക് കയറുന്നതല്ല. അതുകൊണ്ടാണ് വയലു പറയുന്ന ആൾ സ്റ്റേജ് നിൽക്കുന്നത്, വേറെ ആരും നിർത്താത്തതും. വിവരം മേലെന്ന് താഴത്തേക്കേ വരുള്ളൂ. നുസൂലാണ് വിവരം, മുകളിൽ നിന്ന് താഴേക്ക്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജ. അൽ-കഹ്ഫിന്റെ ആദ്യം ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽ-കഹ്ഫ് സൂറത്ത് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് നൂറായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി ഓർക്ക പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണുങ്ങളോ ഓതണം, പെണ്ണുങ്ങളോ ഓതണം അൽ-കഹ്ഫ് വെള്ളിയാഴ്ച. ആണുങ്ങൾക്ക് മാത്രമുള്ള ഒന്നല്ല വെള്ളിയാഴ്ചത്തെ അൽ-കഹ്ഫ്. ഒരു വെള്ളിയാഴ്ച അൽ-കഹ്ഫ് സൂറത്ത് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് നൂറായിരിക്കുമെന്ന് പറഞ്ഞാൽ നൂറ് ഈമാനിന്റെ സിമ്പലാണ്. അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ അയാൾ മരണപ്പെട്ടാൽ ഈമാനോടുകൂടി മാത്രമേ മൗത്താവുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. ആ അൽ-കഹ്ഫ് ഇങ്ങനെ തുടങ്ങുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. എല്ലാ വിവരവും മേലെന്ന് താഴത്തേക്ക് വന്നതാണ്. തൗറാത്ത് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, നസല അലാ മൂസ. നസല എന്ന് പറഞ്ഞാൽ തന്നെ മേലെന്ന് താഴത്തേക്ക് ഇറങ്ങാന്നാണ്. തൗറാത്ത് മൂസ നബി അലൈഹിസ്സലാമിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയതാണ്. എല്ലാ പ്രവാചകന്മാർക്കും വിജ്ഞാനം മുകളിൽ നിന്ന് താഴേക്കാണ്. അപ്പൊ ഒരു കാര്യം വിവരമാണെങ്കിൽ അത് അമ്പിയാക്കളിലേക്കെത്തും, നുബുവത്തിലേക്കെത്തും, അത് വഹിയിലേക്കെത്തും, വഹി അള്ളാഹുവിലേക്കെത്തും. ഏത് വിവരം ലോകത്ത് അള്ളാഹുവിങ്കിൽ നിന്ന് വഹി മുഖേന അമ്പിയാക്കൾ വഴി വരുന്നതാണ്. നൂൽനൂറ്റതും മുനഹവ്വയാണേ ആദ്യമായി, അതുകൊണ്ട് വസ്ത്രം നെയ്തതും നബി ആദമായി. അള്ളാഹു താഴോസ്താന്റെ ദറജ ഉയർത്തട്ടെ. നമ്മളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. കൊല്ലത്താണ് മഹാനവറുകളുടെ ഖബർ. കൊയിലാണ്ടി കൊല്ലല്ല, തെക്ക് കൊല്ലത്താണ് മഹാനവറുകളുടെ ഖബറുള്ളത്. പറ്റുന്നവർ ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് സിയാറത്ത് ചെയ്താൽ നല്ലതാണ്. വലിയ തൗഫീഖുള്ള മനുഷ്യനാണ്. എത്ര ലളിതായിട്ടാ പറഞ്ഞെന്നറിയോ ഓരോ കാര്യങ്ങളും. നൂൽനൂറ്റതും ഹവ്വയാണ് ആദ്യമായി, അതുകൊണ്ട് വസ്ത്രം നെയ്തതും നബി ആദമായി. ആദ്യത്തെ ടൈലർമാര്, നമുക്ക് ടൈലർമാരുണ്ടാവുമല്ലോ ഇവിടെ. ടൈലറോട് എന്താ പണി എന്ന് ചോദിച്ചാൽ പറയും, തൽക്കാലം ഇപ്പോൾ ഇവിടെ ഒരു ടൈലർ ഷാപ്പ് ഉണ്ട്, പിന്നെ ഒരു പേപ്പർ നോക്കിയിട്ടുമുണ്ട് എന്നറിയും അക്കരമക്ക് പോകാൻ. എൻ്റെ മലപ്പുറം ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആ ഭാഷ മാറ്റൊന്നുമില്ല, അങ്ങനെ തന്നെ പറയുള്ളൂ. മാറ്റാൻ കഴിയാത്തോണ്ടല്ല, മാറ്റൂല എന്ന് കരുതിയിട്ട് തന്നെ. ഒരു അവനാനീയത്ത് ഉണ്ടാവുമല്ലോ എല്ലാവർക്കും, ഒരു നമ്മളീയത്ത്, ഒരു സ്വന്തം. അത് നിലനിർത്തിയല്ല പറ്റുള്ളൂ. സ്വത്വം നിലനിർത്തുക എന്നാണ് പുതിയ പ്രമേയം തന്നെ. അപ്പം നമ്മളെ നിലനിൽപ്പ് ആ ഭാഷ കൊണ്ടാണ്. അപ്പം അത് നമ്മൾ നിലനിർത്തിയേ പറ്റുള്ളൂ. അത് ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു, അതിൽ നമ്മൾ അഭിമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്കുള്ളതിൽ നമുക്ക് എപ്പോഴും ഒരു അഭിമാനം ഉണ്ടാവണം. അപ്പൊ ടൈലറോട് എന്താ എനിക്ക് പണിയെന്ന് ചോദിച്ചാൽ, തൽക്കാലം ഇവിടെ ഒരു ടൈലർ ഷാപ്പ് ഉണ്ട്, പിന്നെ ഒരു വിസ നോക്കിയിട്ടുണ്ട് അക്കരമക്ക് പോകാനെന്നാണ്. വിസ തൽക്കാലാക്കാം, ടൈലറിങ് സ്ഥിരാക്കണം. കാരണം ആദം വല്ലിപ്പ എന്ന നമ്മളെ വാപ്പാന്റെയും ഹവ്വാ ബീവി എന്ന നമ്മളെ ഉമ്മാന്റെയും കുലത്തൊഴിലായിരുന്നു ടൈലറിങ്. ആദ്യമായി നൂലുണ്ടാക്കിയത് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണ് ആദ്യമായി. അതുകൊണ്ട് വസ്ത്രം നെയ്തത്
അബൂന അബുൽ ബഷർ സയ്യിദുന ആദം അലൈഹിസ്സലാം. അങ്ങനെ അങ്ങോട്ട് നീയത്ത് വെച്ച് ചെയ്യണം നമ്മൾ, അപ്പോഴുള്ളൂ. ഞാൻ ജിമായിനെ പറ്റി പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ച അമലാണ് എന്നുള്ളതിൽ തന്നെ ചെയ്യണത്. അപ്പോഴാണ് അതിന്. അല്ലെങ്കിൽ പിന്നെ മജ്‌ലിസുന്നൂർക്ക് എല്ലാ പ്രാവശ്യം 313 കുട്ടികൾ സ്വാലിഹാവാന് കൊടുക്കണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സംഗതി അല്ലാതെ എന്നോട് ബന്ധങ്ങളെ കുറിച്ച് പറയാനാ പറഞ്ഞിട്ടുള്ളത്. അസ്ലം അസരി പൊയ്ത്തും കടവ് ഉച്ചയ്ക്ക് ശേഷം മക്കളെ കുറിച്ച് പറയും, സന്താന പരിപാലനം. അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കിയിട്ട് ബാക്കി ഒരു തലക്കെന്ന് മറ്റേ തല വരെ പറഞ്ഞു തീർക്കും. അതന്നെ പരിപാടി. അത് ക്രമമൊന്നുമില്ല, അക്രമത്തിൽ പറയും. ക്രമമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതിൽ അതൊക്കെ ഉണ്ടാവും. നല്ലോണം ശ്രദ്ധിച്ചിരുന്നാലും നല്ലോണം മനസ്സിലാവും. അതാണ്. എഡിറ്റ് ചെയ്യാണ്ടാവില്ല കേട്ടോ. ആ മൂത്രം ഒഴിക്കാൻ പോയപ്പോൾ അത് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞാൽ പോയവർക്ക് പോയി, അത്രയേ ഉള്ളൂ. രണ്ടാമത് പറയൊന്നുമില്ല. ഷുഗർ ഉള്ളവർക്ക് മൂത്രമൊഴിക്കാൻ പോകാൻ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ കസാല സംഘാടകർ കഴുകാൻ നിൽക്കേണ്ടി വരും, ബുദ്ധിമുട്ടാവും. അല്ലാത്തവരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ചെറിയ ചൂടൊക്കെ ഉണ്ട്, എനിക്കുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചെറിയൊരു ചൂടുണ്ട്. എന്നാലും അൽഹംദുലില്ലാ വളരെ മനോഹരമായി നമ്മുടെ വിദ്യാർത്ഥികൾ, സംഘാടകർ വളരെ മനോഹരമായി സംവിധാനിച്ചിട്ടുണ്ട്. എന്തൊരു ഒതുക്കുള്ള പന്തലും സൗകര്യങ്ങളും സംവിധാനങ്ങളും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇന്നലെ രാത്രി ഞാൻ 1 മണിക്ക് എത്തിയപ്പോൾ ഇവിടെ പന്തൽ വന്ന് നോക്കി. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കാർപ്പറ്റ് വിരിക്കുന്നുണ്ട്, ടേബിളൊക്കെ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് കിടക്കാൻ പോയപ്പോൾ ഇവിടുന്ന് പാട്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. സുബൈക്ക് പള്ളിയിൽ വന്നപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പോലും എല്ലാവരും ഇങ്ങനെ നീച്ചിക്കാണ്. പോലെ നീച്ച് നിൽക്കുന്നത് എന്തിനാന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. അതന്നെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. 100 ഹവ്വയാണ് ആദ്യമായി. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അഭിമാനത്തോടു കൂടെ ചെയ്യണം എന്നാണ്. എല്ലാ അഭിമാനത്തോടു കൂടെ ചെയ്യണം. തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന, തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധന. ആദ്യമായി മരപ്പണി ചെയ്ത ആള് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം ഇരുമ്പ് പണിയിലെ ആദ്യത്തെ പണി പടയങ്കി ഉണ്ടാക്കിയതാണ്. ആയുധങ്ങളല്ല. ആയുധങ്ങൾ പഴയ കാലത്ത് എല്ലുകളും കല്ലും മരക്കഷ്ണവും ഒക്കെയാണ് ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു മകൻ മറ്റൊരു മകനെ കൊല്ലാൻ കല്ലെടുത്തുകാണ്ട് തലക്ക് കുത്തുക ചെയ്ത്, അല്ലാതെ കത്തിയെടുത്തുകാണ്ട് കുത്തിക്കല്ല. അപ്പൊ മുൻഗാമികൾ, ആദ്യ കാലഘട്ടത്തിലുള്ള ആളുകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നത് കല്ലുകളും എല്ലുകളും മരക്കഷ്ണങ്ങളും ആയിരുന്നു. ഇരുമ്പ് കൊണ്ട് ആദ്യം പണി തുടങ്ങിയത് പടയങ്കിയാണ്. യുദ്ധം ചെയ്യുമ്പോൾ ധരിക്കുന്ന കോട്ട്. ദാവൂദ് നബി ഇരുമ്പ് ഇങ്ങനെ പിടിച്ചു നീട്ടും. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ കുപ്പായ ഉണ്ടാക്കും. ആ കുപ്പായ ഇട്ടുകാണ്ട് യുദ്ധത്തിന് പോയാൽ വെട്ടുള്ളൂല. അതാണ് പടയങ്കി. അപ്പൊ ആദ്യമായി ഇരുമ്പ് കൊണ്ട് പണി ചെയ്ത ആള് ദാവൂദ് നബി അലൈഹിസ്സലാം. രാജ്യം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്ത ജീവിതം യാ സാഹിബി. വട്ടി എന്ന് പറഞ്ഞാൽ കൊട്ട. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. കൊട്ടയാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബ തൊഴിലായിരുന്നു അത്. ഇങ്ങനെ നമ്മൾ അമ്പിയാക്കളെ ഇങ്ങനെ പരിശോധിച്ചാൽ സക്കരിയ നബി അലൈഹി ഇസ്ലാമാണ് അമ്പിയാക്കളിൽ കൽപ്പണി നടത്തിയ ആള്. പടവ് കൽപ്പണിയിലെന്തു സമർത്ഥന സക്കരിയ, നമുക്കെന്തു മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ. ഒരു പണി കിട്ടിയിട്ട് വേണം 4 ദിവസത്തിന് ലീവ് എടുക്കാൻ എന്നാണ് നമ്മളെ പരിപാടി. അങ്ങനെയാണ്. ബർക്കത്ത് കുറയുന്നതാണ്. 1500 രൂപക്ക് ജോലി ചെയ്ത് 1400 രൂപ വാങ്ങിയിട്ട് ജീവിച്ചാൽ ബർക്കത്ത് കൂടുതലുണ്ടായിരിക്കും. തൊഴിലിനേക്കാൾ താഴെയായിരിക്കണം കൂലി, എന്നാലാ ബർക്കത്ത് ഉണ്ടാകുക. 1000 ഉറുപ്പ്യക്ക് ജോലി ചെയ്തെങ്ങാണ്ട് 1600 കിട്ടിയില്ലെങ്കിൽ നാളെ ഞാൻ വരൂല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു വാങ്ങിയാൽ ബർക്കത്ത് പറയും. തൊഴിൽ കൂടുതലും കൂലി കുറവുമാകുമ്പോഴാണ് ബർക്കത്ത് കൂടുതലുണ്ടായിരിക്കുക. ഏതും അങ്ങനെ തന്നെയാണ്. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. ജോലി കൂടുതലായിരിക്കണം, എന്നാൽ വാങ്ങുന്നത് കുറവായിരിക്കണം. അത് കരുതിരിഞ്ഞ് പോടുന്ന് പോയിങ്ങാണ്ട് എല്ലാവരും ശമ്പളം കുറക്കാൻ പറയണം എന്നൊന്നും ഈ പറഞ്ഞതിൽ അർത്ഥമില്ല. എന്താ വേണ്ടത്? പിന്നെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണിയെടുത്ത് കൊടുക്കണം. അതന്നെ. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കേണ്ടി വരും.
വീട്ടിൽ വന്നാലും ചെയ്യേണ്ടി വരും, ചിലപ്പം ലാപ്ടോപ്പായിട്ട് പെരേക്ക് വരേണ്ടി വരും, എന്നിട്ട് അവിടെ ഇരുന്ന് ചെയ്യേണ്ടി വരും. അല്ലാതെ വാങ്ങണേ കുറക്കാൻ പറ്റൂല, ജോലി കൂട്ടി കൊടുക്കുകയാണ് വേണ്ടത് തന്നെ. എന്താ പറയാൻ കാരണം, പൊതുവെ ഉള്ളൊരു മാനസികാവസ്ഥ ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒരു 10 ദിവസം ലീവ് എടുക്കാൻ, ഒന്ന് റൂമിൽ ഒഴിഞ്ഞിരിക്കാൻ എന്നതാണ്. മനുഷ്യൻ ഒഴിഞ്ഞിരിക്കാൻ വന്നവനല്ല. ഫ്രീ ടൈം എന്നുള്ളൊരു സാധനം അവന് ആവശ്യമില്ല. ഫ്രീ ടൈം ഉണ്ട് അവിടെ, സ്വർഗത്തിലൊക്കെ എത്തിയിട്ട് ഫുള്ള് ഫ്രീ ആണ്. വേണേ തിന്നാൽ മതി, വേണേ കുടിച്ചാൽ മതി, ഒന്നും ചെയ്യണമെന്നില്ല, ചെയ്താൽ കുഴപ്പമില്ല, അങ്ങനെയാണ് എല്ലാം. ഇവിടെ നമ്മൾ അതിന് വന്നതല്ല, അധ്വാനിക്കാൻ വന്നാൽ നല്ലോണം അധ്വാനിക്കണം. അപ്പോൾ എല്ലാ അമലുകളും അമ്പിയാക്കളിലേക്കാണ് എത്തുക. പൈസ ഉള്ള ആൾക്കാരൊക്കെ ആടിനെ വളർത്തണമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടത്തിൽ പറയാം, കായുള്ളവരൊക്കെ പൈസ ഉള്ളവരൊക്കെ ആടിനെ വാങ്ങണം. പൈസ ഇല്ലാത്തവര്, പൈസ കുറഞ്ഞവര് കോഴിനെ വാങ്ങണം. ധനമുള്ളവരെ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നേ. ഫുഖറായിനോടുള്ള ആജ്ഞ കോഴി വളർത്തല, ഇത് കാണുവാൻ ഇബ്നു മാജ നീ നോക്കല. കോഴില്ലാത്തവരൊക്കെ ഒന്ന് പോയിട്ട് മേടിച്ചോളി. നാടൻ കോഴി വീട്ടിൽ വേണം. ഇന്ന് രാവിലെ നാടൻ കോഴി കിട്ടി. ഭക്ഷണം തന്നവർക്ക് അല്ലാഹു സ്വർഗീയ ഭക്ഷണം കൊടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന ഒരുപാട് ആളുകൾ, നമ്മളെ ഈ നിലയിലെത്തിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന ധാരാളം മനുഷ്യന്മാർ, അല്ലാഹു അവർക്കൊക്കെ വലിയ കൂലി നൽകട്ടെ. സ്വർഗീയമായ ഭക്ഷണവും വെള്ളവും നൽകി അവരെയും നമ്മളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആടിനെ പറ്റുന്നവർ ആടിനെ വാങ്ങണം, അല്ലാത്തൊരു മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു ജീവി പെരയിൽ വേണം, വീട്ടിൽ വേണം. മനുഷ്യനല്ലാത്ത എന്തെങ്കിലും എന്താ ഉപകാരം എന്ന് ചോദിച്ചാൽ, ഉപകാരങ്ങളെ ജൽബുൽ മൻഫഅത്ത്, ദഫ്ഉൽ മളറത്ത് എന്നിവയിൽ മനുഷ്യനല്ലാത്ത ജീവികൾ മുൻപന്തിയിൽ നിൽക്കുമെന്നതാണ് അതിൻ്റെ കാരണം. ജൽബുൽ മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ ഉപകാരങ്ങളെ കൊണ്ടുവരുന്നതിലും, ദഫ്ഉൽ മളറത്ത് എന്ന് പറഞ്ഞാൽ ഉപദ്രവങ്ങളെ തടയുന്നതിലും മനുഷ്യനല്ലാത്ത ജീവികൾ മുൻപന്തിയിലാണ്. ഉപകാരങ്ങളെ കൊണ്ടുവരുന്നതിലും ഉപദ്രവത്തെ തടയുന്നതിലും മനുഷ്യനല്ലാത്ത ജീവികൾ മുൻപന്തിയിലാണ്. നമ്മൾ പഴയ കാലത്തൊക്കെ ആളുകൾ വയലു പറയുമ്പോൾ തുടക്കത്തിലൊരു ബെയ്ത്ത് ചെല്ലും, ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഊ വസുബിയതും മിനൽ യതാമാറുല്ലഊ. വെള്ളിയാഴ്ചയൊക്കെ കുട്ടികൾ വയലിന് പോകുമ്പോൾ പള്ളിക്ക് ചെന്നിട്ട് ഇങ്ങനെ അംദ് സലാത്തും കഴിഞ്ഞിട്ട് ഈ ബെയ്ത്താണ് പഴയ കാലത്ത് വയലു പറയുമ്പോൾ ചെല്ലാം. വമുഹമ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഊ സുബ്ബാലൈകുമുൽ അദാബുൽ ലൗജഊ. എന്താ അതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾ, ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഊ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വയസ്സന്മാരില്ലായിരുന്നുവെങ്കിൽ, വമുഹമ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഊ, മേഞ്ഞു നടക്കുന്ന ജീവികളും ഇല്ലായിരുന്നുവെങ്കിൽ, അതിൻ്റെ ബാക്കി ഒരു തുള്ളി മഴ പെയ്യൂലായിരുന്നു എന്നാണ് അതിൻ്റെ ബാക്കി. മഴ പെയ്യാൻ കാരണം ഒന്ന് കുട്ടികൾ, രണ്ട് പ്രായമായവർ, മൂന്നാമത്തേത് മനുഷ്യനല്ലാത്ത ജീവികൾ. ഇതാണ് മഴ പെയ്യുന്നതിൻ്റെ കാരണം എന്നാണ് ആ ബെയ്ത്തിലുള്ളത്. അപ്പോൾ മനുഷ്യനല്ലാത്ത ജീവികൾ വീട്ടിലേക്ക് ഉപകാരം കൊണ്ടുവരുന്നതിൽ മുൻപന്തിയിലാണ്, ഉപദ്രവം തടയുന്നതിലും മുമ്പിലായിരിക്കും. ഒരു വീട്ടിലേക്ക് ഉപകാരങ്ങൾ പലതും കടന്നു വരുന്നതിന് ആ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ കാരണമാണ്. ആട്, കോഴി, പശു, മൂരി തുടങ്ങിയ പൂച്ച തുടങ്ങിയ സാധനങ്ങളൊക്കെ മുൻപന്തിയിൽ നിൽക്കും. എന്നാൽ ആ വീട്ടിലേക്ക് ഒരു വിപത്ത് വരികയാണെങ്കിൽ ആദ്യം അവർ തടഞ്ഞു നിർത്തും. കോഴി ആദ്യം ചത്തു. ഒരു വിപത്ത് ഒരു വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് തടഞ്ഞു നിർത്താനും മനുഷ്യനല്ലാത്ത മറ്റു ജീവികൾക്ക് കഴിവ് കൂടുതലാണ്. അതുകൊണ്ടാണ് മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം വീട്ടിൽ വേണം എന്ന് പറയുന്നതിൻ്റെ കാരണം. കോഴിയാകാം, ആടാകാം, രണ്ടും സൗകര്യപ്പെടില്ലെങ്കിൽ പൂച്ചയാവാം, അല്ലെങ്കിൽ മറ്റു വല്ല ജീവികളാവാം, പ്രാവാവാം. പ്രാവിനെ വളർത്തുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, പ്രാവുമായി കളിക്കുന്നത് നല്ലതല്ല, അത് ദാരിദ്ര്യം കൊണ്ടുവരുമെന്നാണ്. പ്രാവിന് ഭക്ഷണം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല.
പ്രാവ് വന്ന് കൂടുന്നതിന് വിരോധമല്ല, പ്രാവ് നമ്മളെ വീട്ടിൽ താമസിക്കുന്നതിന് വിരോധമല്ല. ചുമരുമൊക്കെ സ്പ്രേ അടിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിപ്പോൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. പെയിൻ്റ് അടിക്കാൻ പൈസ ഉള്ളവർ കൊല്ലം കൂടുമ്പോൾ പെയിൻ്റ് അടിച്ചാൽ മതി. പെയിൻ്റ് അടിക്കുമ്പോൾ എന്ത് നിയ്യത്ത് ചെയ്യണം? വൃത്തി ഈമാനിൻ്റെ ഭാഗമാണെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ് പെയിൻ്റ് അടിക്കുന്നത് എന്ന് നിയ്യത്ത് ചെയ്യണം. എന്നാൽ കൂലിട്ടും. അല്ലാതെ ഇനിയിപ്പോൾ രണ്ടാൾ വരാണ്ടല്ലോ ഓലെന്താ തോന്നുകയെന്ന് വിചാരിച്ച് പെയിൻ്റ് അടിച്ചാൽ ഒന്നും കിട്ടുമൊന്നുമില്ല. പെയിൻ്റ് അടിക്കുമ്പോൾ നിയ്യത്ത് കറക്റ്റ് ചെയ്യണം. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പെയിന്റിങ് നടത്തുന്നത്. പെയിന്റിങ് ജോലിക്ക് പോണവരും ആ നിയ്യത്ത് തന്നെ ചെയ്യണം. സിമന്റ് തേക്കാൻ പോണവരും ആ നിയ്യത്ത് ചെയ്യണം. നളാഫത്ത് വൃത്തി ഈമാന്റെ ഭാഗമാണ് എന്ന് ഹദീസിൽ വന്നതുകൊണ്ടാണ് അത് ചെയ്യണത്. എന്നാ സംഗതി അതിനൊക്കെ കൂലിട്ടും. എല്ലാ ഈ മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ കൂലിട്ടാത്തൊരു കാര്യമില്ല എന്നാണ്. നല്ല മീൻ തിന്നതിൻ്റെ ശേഷം മുള്ള് ബാക്കിയാവുമല്ലോ. മുള്ള് സാധാരണ ആരും തിന്നലില്ലല്ലോ. മുള്ള് ബാക്കിയാവുമ്പോൾ ആ മുള്ളൊക്കെ ഇങ്ങനെ എടുക്കുക, കൂട്ടിയിട്ട് നല്ലൊരു ഒഴിഞ്ഞ സ്ഥലത്ത്, വൃത്തിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ കൽബിൽ ഇങ്ങനെ കരുതുക, ഞാനിത് പൂച്ചക്ക് ഭക്ഷണമാക്കുകയാണ് എന്ന് മനസ്സിൽ കരുതിയാൽ ഒഴിവാക്കണ മീൻമുള്ളോണ്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത കൂലി വാങ്ങാം. അങ്ങനെ കൂലി. ശരീഅത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളെയും ഉപയോഗപ്പെടുത്തി ആബിദീങ്ങളാകാൻ നമുക്ക് കഴിയണമെന്നാണ്. ശരീഅത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തി വലിയ ആബിദീങ്ങളായി മാറാൻ നമുക്ക് കഴിയണം. അപ്പോൾ മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം വീട്ടിലുണ്ടാകുന്നത് നല്ലതാണ്. നൂഹ് നബി അലൈഹിസ്സലാം ഒരുപാട് കാലം ദുആ ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജലപ്രളയമുണ്ടായി. അതിന് മുമ്പ് നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു വഹി അറിയിച്ചിരുന്നു, നിങ്ങളുടെ ബന്ധുക്കളെ സംരക്ഷിച്ചു കൊള്ളാം. നൂഹ് നബിക്ക് ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു. കപ്പലുണ്ടാക്കി. വിശ്വസിച്ച എല്ലാ ആളുകളും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് ഇണകളും കപ്പലിൽ കയറാൻ വേണ്ടി നിർദ്ദേശമുണ്ടായി. എല്ലാവരും കയറി. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ, പേരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, കൻആൻ എന്നാണ് കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുള്ളത്. കൻആനോട് കപ്പലിൽ കയറാൻ വേണ്ടി പറഞ്ഞപ്പോൾ കൻആൻ പറഞ്ഞു, ഞാൻ മലമ്മ കയറിക്കോളാ എന്ന് പറഞ്ഞു. وَكَانَ فِي مَعْزِلٍ يَا بُنَيَّ ارْكَبْ مَعَنَا وَلَا تَكُن مَعَ الْكَافِرِينَ. സൂറത്ത് ഹൂദ്. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറിയതിനു ശേഷം മകനെ വിളിച്ചു, യാ ബുനയ്യ. യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നാര കുട്ടിയെന്നാണ് ആ പറഞ്ഞതിനർത്ഥം. കുഞ്ഞി മോനെ, യാ ബുനയ്യ, എൻ്റെ ഓമന മോനെ, ഇർക്കം മാന, നമ്മളോടൊപ്പം നീ കപ്പലിൽ കയറി. വലാ തകും മഅൽ കാഫിരീൻ, കാഫിരീങ്ങൾ എന്ന വിഭാഗത്തിൽ പെട്ടുപോകരുതേ എന്ന് പറഞ്ഞു. മകൻ പറഞ്ഞു, സആവി ഇലാ ജബലിൻ യസിമുനി മിനൽ മാഇ, വെള്ളത്തെ തൊട്ട് എന്നെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും മലയിലേക്ക് ഞാൻ കയറിക്കൊള്ളാം. സത്യത്തിൽ അവിടെ അങ്ങനെ ഒരു മല ഇല്ല എന്നാണ്. ഒരു മലയൊന്നുമില്ല. മലയുണ്ടെങ്കിൽ സആവി ഇലൽ ജബലി എന്ന് അലിഫ്ലാം കൊണ്ടാണ് പറയാ. റജുൽ എന്ന് പറഞ്ഞാൽ ആള് എന്നാണ്. അറജുൽ എന്ന് പറഞ്ഞാൽ ഈ ആള് എന്നാണ് അർത്ഥം. അലിഫ്ലാം ചേർത്താൽ അങ്ങനെയാണ്. അപ്പൊ അവിടെ ഒരു മല ഉണ്ടെങ്കിൽ സആവി ഇലൽ ജബലി എന്ന അലിഫ്ലാം ഉണ്ടാവും. അലിഫ്ലാം ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാവും അവിടെ അങ്ങനെ ഒരു മല ഇല്ല. പിന്നെന്താ അപ്പർത്ഥം? ഞാൻ ഏതെങ്കിലും മലമ കയറിക്കോളാന്നാണ്, ഈ മലമ കയറാം എന്നല്ല. അങ്ങനെ ഒരു മല ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നേ ഉള്ളൂ, ഈ ആൾക്ക് കയറാൻ തോന്നുന്നില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ തോന്നണ്ടത് ഈ കയറാന്. അപ്പൊ ഒരു ന്യായം പറഞ്ഞതാണ്, ഞാൻ മലമ കയറിക്കോളാം. വാപ്പ പറഞ്ഞു, ലാസിമൽ അംറഇൽ അലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം. ഇന്നത്തെ ദിവസം ഞാൻ അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബന്ധു എന്ന് പറഞ്ഞാൽ ആരാന്നാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ, അല്ലേ കിട്ടൂല. ആരാ ബന്ധുന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ആരാ ബന്ധു എന്ന് പറയുന്നത്. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ബന്ധുവിനെയാണ് മനസ്സിലാക്കേണ്ടത്.
ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ബന്ധു ആരാണെന്നാണ്. വാപ്പ വിളിച്ചു, മകൻ കയറിയില്ല. ഇങ്ങനെ തിരമാല വരാൻ തുടങ്ങി. വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ. തിരമാലകൾ വാപ്പാന്റെയും മകന്റെയും ഇടയിൽ മറയിട്ടു, ദൂരേക്ക് പോയി. വകാന മിനൽ മുഗ്റഖീൻ, മകൻ മുങ്ങി മരിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തോട് വെള്ളത്തെ പിടിച്ചു നിർത്താൻ പറഞ്ഞു. وقال يا أرض ابلعي ماءك ويا سماء أقلعي وقيل يا أرض ابلعي ماءك. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് കൽപ്പനയുണ്ടായി, ഭൂമിയെ നീ നിന്റെ വെള്ളത്തെ വിഴുങ്ങിക്കളയെ. വയാ സമാഉ അഖ്ലി, ആകാശമേ നീ നിന്റെ വെള്ളത്തെ പിടിച്ചു നിർത്ത്. മുകളിൽ നിന്നുള്ള വെള്ളം വരവ് നിന്നു, താഴേക്ക് വെള്ളം ആണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ വസ്തവത്താലൽ ജൂദി എന്ന് പേരായ പർവ്വതത്തിൽ നിന്ന് കപ്പൽ നിന്നു. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വിശ്വസിച്ച ആളുകളും ഇറങ്ങി. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാമിന് ഒരു സന്തോഷവും ഉണ്ടായിരുന്നു, ഒരു ദുഃഖവും ഉണ്ടായിരുന്നു. സന്തോഷം എന്താ? കപ്പലുണ്ടാക്കിയപ്പോ കുറെ ആൾക്കാർ പരിഹസിച്ചിട്ടുണ്ട്. എന്തിനാ നൂഹേ ഈ മലഞ്ചെരുവിൽ കപ്പലുണ്ടാക്കണത്? ആ കടലിന്റെ അടുത്താണെങ്കിൽ വല്ല മീൻ പിടിക്കാനെങ്കിലും ഉപയോഗിക്കായിരുന്നല്ലോ എന്ന് ആൾക്കാർ കളിയാക്കിയിരുന്നു. കളിയാക്കിയവർക്ക് പാഠമായി, എല്ലാവരും കഴിഞ്ഞു. സങ്കടം എന്തിനാ? സങ്കടം അല്ലാഹു നൂഹേ നിന്റെ ബന്ധുക്കളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കപ്പലിൽ നിന്നിറങ്ങിയ നൂഹ് നബി അല്ലാഹുവിനെ വിളിച്ചു. വനാദാ നൂഹ് റബ്ബ, നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ വിളിച്ചു. യാ റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ റബ്ബേ എന്റെ മകൻ എന്റെ ബന്ധുവല്ലേ എന്ന് ചോദിച്ചു. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബന്ധുക്കളെ സംരക്ഷിക്കാമെന്ന്. നൂഹ് നബി ചോദിച്ചു, ഇന്ന ബിനി മിൻ അഹ്ലി, റബ്ബേ എന്റെ മകൻ എന്റെ ബന്ധുവല്ലേ. വ ഇന്ന വഅദകൽ ഹഖ്, നിന്റെ വാഗ്ദാനം സത്യമല്ലേ. വ അൻത അഹ്കമുൽ ഹാകിമീൻ, നീ ലോകം കണ്ട ഏറ്റവും വലിയ വിധികർത്താവല്ലേ എന്ന് ചോദിച്ചു. നമ്മള് സാധാ മലയാളത്തേക്ക് അതിന് കൊണ്ടുവന്നാൽ എങ്ങനെ അർത്ഥം തരങ്ങള്? എന്തൊരു പണിയപ്പി കാട്ടിയത്. ഇന്റെ ബന്ധുക്കളെ സംരക്ഷിക്കാന്ന് പറഞ്ഞങ്ങാണ്ട് മോനാണ്ട് കൊന്നു. ഓ എന്താ എന്റെ കുടുംബമൊന്നും അല്ലേ എന്ന് ചോദിച്ചു സയ്യിദുനാ നൂഹ് അലൈഹി. അതാണ് ഇത് കറക്റ്റ് മലയാളത്തിൽ കൊടുന്നാൽ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയ്ക്ക് കൊടുന്നാൽ അതിന്റെ അർത്ഥം അതാണ്. അല്ലാഹു അതിന് മറുപടി പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നൂഹേ അവൻ നിന്റെ ബന്ധുവല്ല. ഓന്റെ കുടുംബം എന്നല്ല. ആരെ പറഞ്ഞു? ഇന്നഹു ലൈസ മിൻ അഹ്ലിക. ഞാൻ ഓതുന്ന ആയത്ത് സൂറത്ത് ഹൂദിൽ നിന്നാണ്. ക്രമത്തിലല്ല ഓതുന്നത്, ചരിത്രം വിവരിക്കാൻ ആവശ്യമാകുന്ന തരത്തിലാണ്. ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ ബന്ധുവല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, കാരണം അവൻ സൽക്കർമ്മം ചെയ്യാത്തവനാകുന്നു. കറക്റ്റ്. കള്ളുടിയന്റെ കുടുംബക്കാരൻ കള്ളുടിയനാണ്. നിക്കരിച്ചണോന്റെ കുടുംബക്കാരൻ നിക്കരിച്ചണോനാണ്. നോൽമ്പ് നോൽക്കണോന്റെ കുടുംബക്കാരൻ നോമ്പ് നോൽക്കണോനാണ്. വ്യഭിചാരിയുടെ കുടുംബക്കാരൻ എന്ന് പറയുന്നത് വ്യഭിചാരിയാണ്. അപ്പൊ രണ്ട് തരം കുടുംബങ്ങൾ, ബന്ധുക്കൾ ലോകത്തുണ്ട്. ഒന്ന് സ്വാലിഹീങ്ങളുടെ കുടുംബം, മറ്റൊന്ന് ഫാസിഖീങ്ങളുടെ കുടുംബം. കറക്റ്റ്. ഇനി അല്ലാഹു തആല പറച്ചിൽ നിർത്തിയിട്ടില്ല. പിന്നെന്തേ പറഞ്ഞു? ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് വലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ. നൂഹേ നിനക്ക് വിവരമില്ലാത്തത് ചോദിക്കാൻ നിൽക്കരുതേ. വിവരമില്ലാത്ത വർത്താനം പറയരുത് എന്ന് കൂടിയും പറഞ്ഞു. ഇഞ്ഞും പറഞ്ഞു, ഇന്നി അഅ്ദുക അൻ തകൂന മിനൽ ജാഹിലീൻ. നൂഹേ വിഡ്ഢികളിൽ പെട്ടുപോകരുതേ എന്ന് നിന്നെ ഞാൻ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞു. പൊട്ടന്മാരെ കൂട്ടത്തിൽ നീ ഉൾപ്പെടരുത്. ഈയാദി വർത്താനൊക്കെ ആരാ പറയാ? പൊട്ടന്മാരാണ്.
അതായത് മകനെ ഫുള്ള് എല്ലാ മക്കളെയും ബന്ധു എന്നൊക്കെ പറയരുത്, പൊട്ടന്മാരാണ്, ആയാതി വർത്താനൊന്നും പറയരുത്. ഇന്നി അഴുതുക്കാൻ തക്കൂന മിനൽ ജാഹിലീൻ, ജാഹിലീങ്ങളിൽ നീ പെട്ടുപോകരുതെന്ന് നിനക്ക് ഞാൻ വഅദ് പറഞ്ഞു തരുന്നു. ഇന്നി അഴുതുക, നിനക്ക് ഞാൻ വഅദ് പറഞ്ഞു തരുന്നു. അന്തക്കൂന മിനൽ ജാഹിലീൻ, നീ പൊട്ടന്മാരിൽ പെട്ടുപോകരുതേ എന്ന് വഅദ് പറയുന്നു എന്ന് പറഞ്ഞു അല്ലാഹു തആല. പടച്ചോനെ റബ്ബേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്നറിയില്ല, എന്തോ ഒരു സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, അത് തിന്നോളി, കുഴപ്പമില്ല. പക്ഷെ തൊള്ളേക്കുള്ള വഴി അറിയാലോ എല്ലാവർക്കും. നോട്ടം എൻ്റെ മുഖത്തേക്കാണ്. ഇവിടെ ഇന്നാകെ ഒരു അത്ഭുത ജീവി മാത്രമേ ഉള്ളൂ, അത് ഞാനാണ്. ഒറ്റ അത്ഭുത ജീവിയുള്ളൂ. അതാണ് എന്നെ ഇവിടെ ഈ കൂട്ടുമ്മ കയറ്റി നിർത്തിയിരിക്കുന്നത്. സാധാരണ കൂട്ടുമ്മ കയറ്റി നിർത്തൽ ആരെയാണ്? പ്രതികളെയാണ്. അപ്പോൾ ഈ ഒറ്റ പ്രതി എവിടെ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കൂട്ടുമ്മ കയറ്റി, എന്നെ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാൽ മതി. ബാക്കി ഇങ്ങനെ തൊള്ളയൊക്കെ കൊണ്ടേക്കോളി, എന്തെങ്കിലും ഒരു പണി ഉണ്ടായില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനെ ആക്കെ ചെയ്തോളി, അതൊന്നും കുഴപ്പമില്ല. അള്ളാഹു ഭക്ഷണം നൽകിയവർക്കും അതിന് സംഭാവന നൽകിയവർക്കും അതിന് ഖിദ്മത്തെടുക്കുന്നവർക്കും സ്വർഗീയ ഭക്ഷണം നൽകട്ടെ. ഈ പരിശുദ്ധമായ സദസ്സിൽ നിന്ന് അത് കഴിക്കുന്ന നമുക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗീയമായ ഭക്ഷണം കഴിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. സ്വർഗത്തിലെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ പരിപാടിയായിട്ടുള്ളൂ. സ്വർഗത്തിൽ അതല്ലാത്ത വേറെ കുറേ പരിപാടികളുണ്ട്. നമുക്കിങ്ങനെ പറയുമ്പോൾ തോന്നും സ്വർഗത്തിൽ പ്രധാനപ്പെട്ട പരിപാടി ഭക്ഷണമാണ് എന്ന്. അങ്ങനെയല്ല, അത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ആയതുകൊണ്ട് അല്ലാഹു തആല അതിങ്ങനെ പറഞ്ഞു തന്നാണെന്നേ ഉള്ളൂ. സ്വർഗത്തിൽ വെറും ഭക്ഷണമൊന്നുമല്ല. താഴ്വസ്ഥാനം മനസ്സിലായി അതെന്ത് സ്വർഗം എന്ന് പറഞ്ഞാൽ ഓലെ നമുക്ക് വരണമെങ്കിൽ ഭക്ഷണത്തെ പറ്റി പറയണമെന്ന്. അപ്പം മൂപ്പര് എന്ത് പറഞ്ഞു? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാനാ. അതൊക്കെ നമ്മളയക്കണ്ട് കിട്ടാനുള്ള പരിപാടിയാണ് സ്വർഗത്തേക്കും. സ്വർഗത്തിൽ അതല്ലാത്ത വേറെ എന്തെല്ലാം പരിപാടി ഉണ്ടെന്ന് നിങ്ങൾ. സ്വർഗത്തിൽ ഏറ്റവും ദറജ കുറഞ്ഞ ഒരാൾ യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ 1,00,000 ഹാദിമീങ്ങൾ പിന്നാലെ ഉണ്ടാകുമെന്ന് അഷ്റഫുൽ വറാ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് ഏറ്റവും ദറജ കുറഞ്ഞ ആള് യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ 1,00,000 ഹാദിമീങ്ങൾ ബാക്കിലുണ്ടാവും. യാത്ര എങ്ങനെയാണെന്നറിയങ്ങള്? യാത്ര സൂറത്തു യാസീനിലുണ്ട്, കട്ടിലോടുകൂടെയായിരിക്കും യാത്ര. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അരീക്കത്ത് എന്ന കട്ടിലിൽ മേൽ അവർ ചെരിഞ്ഞിരിക്കും. ആ കട്ടിലോടുകൂടെയാണ് യാത്ര. ഏതാ അരീക്കത്ത് എന്നറിയങ്ങള്? കട്ടിൽ 2 വിധമുണ്ട്, ഒന്ന് ശരീരത്ത്, മറ്റൊന്ന് അരീക്കത്ത്. ശരീരത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ കട്ടില്, ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കട്ടില്. അരീക്കത്ത് എന്ന് പറഞ്ഞാൽ, അറായിക്ക് എന്നത് അരീക്കത്തിന്റെ ബഹുവചനമാണ്. അരീക്കത്ത് എന്ന് പറഞ്ഞാൽ മണിയറയിലെ കട്ടിലാണ്, സാധാരണ കട്ടിലല്ല, മുല്ലപ്പൂവുള്ള കട്ടില്. 4 ദിവസം കഴിഞ്ഞ മണിയറയത്തെ കട്ടിലല്ല, ഫസ്റ്റ് ദിവസത്തെ മണിയറയിലെ കട്ടിൽ, അതാണ് അരീക്കത്ത്. വാടാത്ത മുല്ലപ്പൂ. നമ്മളിവിടെ എത്ര വലിയ മണിയറ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, നേരം വെളുക്കുമ്പോൾ അതിന് മുല്ലപ്പൂ വാടും. പിന്നെ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ മുല്ലപ്പൂ കൊണ്ടുപോയിടേണ്ടി വരും, അതോട്ട് സ്മെല്ലുണ്ടാവില്ല. പിന്നെ ആ പ്ലാസ്റ്റിക്കിൻ്റെ മുല്ലപ്പൂവുമ്പോൾ വല്ല അത്തറും ഒഴിച്ചു കൊടുക്കേണ്ടി വരും. സ്വർഗത്തിലായാൽ അത് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, വാടാത്ത മുല്ലപ്പൂ. ആ കട്ടില് അയിമയാണ് യാത്ര. അതിമ്മയാണ് യാത്ര എന്നതുകൊണ്ട് തന്നെ കട്ടിലിൽ ആരുണ്ടാവും? ഭാര്യ ഉണ്ടാവും. കുടുംബസമേതമല്ലാത്ത യാത്ര സ്വർഗത്തിലില്ല. ആര് എവിടേക്ക് പോവുകയാണെങ്കിലും ഭാര്യയോടുകൂടെ, ഭർത്താവിൻ്റെ കൂടെ, അങ്ങനെയാണ് യാത്ര. ഇന്നാളിങ്ങനെ ഒരു കോളേജിൽ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളോട് ചോദിച്ചു, ഞാൻ കുറച്ച് കുറേ പെൺകുട്ടികളുണ്ടായിരുന്നു, നമ്മളൊരു വഫിയ ക്യാമ്പസിൽ ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ പെൺകുട്ടിയോട് ചോദിച്ചു, ഈ സ്വർഗത്തിൽ ഹൂറുല്ലീങ്ങൾ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, കുറേ പെണ്ണുങ്ങൾ, അതൊക്കെ ആർക്കുള്ളതാന്ന് ചോദിച്ചു. അതിൽ ഓല് പറഞ്ഞു അത് സ്വർഗത്തിലുള്ള ആണുങ്ങൾക്കുള്ളതാണ്. അപ്പം ഞാൻ ഓരോട് ചോദിച്ചു, സ്വർഗത്തിൽ കുറേ ആണുങ്ങൾ ഉണ്ടാവുമെന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകസിം മിൻ മഈൻ. ഖിദ്മത്തിനായി കാണാമതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദരമുത്തുകൾ. കുട്ടികൾ എന്ന് പറഞ്ഞാല് 3 വയസ്സുള്ളവര് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെന്താ? പെണ്ണെട്ടാത്തവര്, അതാണ് കുട്ടികൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വിൽദാൻ എന്നാണ്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ,
കല്യാണം കഴിയാത്ത നല്ല ചൊറുക്കുള്ള സുമുഖന്മാരായ ആൺകുട്ടികൾ അതാർക്കുള്ളതാണ് എന്ന് ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞു ആ എല്ലാവർക്കും ഉള്ളതാണ് പറഞ്ഞു. ഇതിൻ്റെ പേര് ഇരട്ടത്താപ്പ് നയം എന്നാണ്. ആണുങ്ങൾ കുറേ ഉണ്ടാവും, അതാർക്കാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും. പെണ്ണുങ്ങൾ കുറേ ഉണ്ടാവും, അതാർക്കാന്ന് ചോദിച്ചപ്പോൾ ആണുങ്ങൾക്ക്. അങ്ങനെയല്ല, ആണുങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്, പെണ്ണുങ്ങളും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഹൂർലിങ്ങൾ എന്ന സ്ത്രീകൾ പുരുഷന്മാർക്ക് മാത്രമാണ് എന്ന് ഞാൻ എവിടെയും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും അറബിയിലെ പ്രയോഗം അനുസരിച്ച് ആണിന് 1-ാം സ്ഥാനം കൊടുക്കും, മലയാള പ്രയോഗം അനുസരിച്ച് പെണ്ണിന് 1-ാം സ്ഥാനം കൊടുത്തിട്ടാണ് പറയാം. അറബിയിൽ പറയുമ്പോൾ സൗജ് സൗജത്ത് എന്നാണ് പറയാ, അതിന്റെ നേരെ അർത്ഥം ഭർത്താവ് ഭാര്യ എന്നാണ്. പക്ഷെ മലയാളത്തിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ പറയുള്ളൂ? ഭാര്യ ഭർത്താവ് എന്നേ പറയാറുള്ളൂ. അറബിയിൽ സഹോദരൻ സഹോദരി എന്നാണ് പറയാ, മലയാളത്തിൽ പറയുമ്പോൾ സഹോദരി സഹോദരന്മാർ എന്നാണ് പറയാ. പെണ്ണിന് 1-ാം സ്ഥാനം കൊടുത്താണ് മലയാളത്തിലെ പ്രയോഗം, അറബിയിൽ ആണിന് 1-ാം സ്ഥാനം കൊടുത്താണ് പ്രയോഗിക്കുക. അതുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. ഹൂർലിങ്ങൾ എല്ലാവർക്കും ഉള്ളതന്നെയാണ്, അതിൽ ബേജാറാകണ്ട. ഒരിക്കൽ ഷാർജയിൽ നിന്ന് ഇങ്ങനെ ഒരു കുടുംബയോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട സംഘാടകന്റെ ഭാര്യ ഉണ്ടായിരുന്നു, മുപ്പത്തിര് പറഞ്ഞു, ഇന്നാ പിന്നെ നിങ്ങൾക്ക് ഹൂർലിങ്ങളെ കിട്ടാൻ വേണ്ടി ഞാൻ തോരന്നോളാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തോരന്നോള് പെണ്ണുങ്ങളെ എല്ലാവരും, ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും തന്നെയാണ്. ഹൂർലിങ്ങളെ പണി എന്താന്ന് മനസ്സിലാക്കായിട്ടാണ്.